തുടരുന്നു. രവിപുരം ശ്മശാനത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഉടൻ തുടങ്ങും. റോട്ടറി ക്ലബിനാണ് നവീകരണ പ്രവർത്തനങ്ങളുടെ ചുമതല. ഏറെക്കാലമായി അവഗണിക്കപ്പെട്ടുകിടന്ന ശ്മശാനത്തിന് ഇതോടെ ഒരു പുതിയ മുഖം കൈവരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കോർപ്പറേഷനേക്കാളും പഴക്കമുള്ള രവിപുരം ശ്മശാനത്തെ അധികൃതർ തിരിഞ്ഞു നോക്കാറില്ലെന്ന് പരിസരവാസികൾ കുറ്റപ്പെടുത്തുന്നു. മൺമറഞ്ഞവരെ ആദരിക്കുക എന്നത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. എന്നാൽ രവിപുരം ശ്മശാനത്തിന്റെ സ്ഥിതി മറിച്ചാണ്. നിലവിൽ 3 ശ്മശാനങ്ങൾ നിലവിലുണ്ടെങ്കിലും ഒന്നു മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. ഈ വൈദ്യുത ശ്മശാനം 1995 പണി തുടങ്ങി 2000 പണി പൂർത്തീകരിച്ച ഒരു വൈദ്യുത ശ്മശാനമാണ്. പക്ഷേ ഇത് പ്രവർത്തിച്ചത് ഏതാണ്ട് വെറും ഒരു 6 മാസക്കാലത്തേക്ക് മാത്രമാണ്. അപ്പോൾ അതിൻ്റെ പ്രയോജനം ഇത് പണിത 5 വർഷം ഇതിന് സമയമെടുത്തപ്പോൾ അത് പ്രവർത്തിച്ചത് വെറും 6 മാസമാണ്. ഇതിനെ പ്രധാനമായിട്ട് അന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യം, ഇതിനായിട്ടൊരു പ്രത്യേക ട്രാൻസ്ഫോമർ സംവിധാനം കോർപ്പറേഷൻ ഏർപ്പെടുത്തി. അല്ല, വൈദ്യുതിനുള്ള ചാർജുകൾ അടച്ചില്ല. തന്നെയല്ല, അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഇതിൻ്റെ യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടത് എന്നുള്ള ആവശ്യകതയെ പറ്റിയിട്ട് കോർപ്പറേഷൻ മനസ്സിലാക്കുന്നില്ല. അവരെ ആരെങ്കിലും ഒരാളെ കൊണ്ടത് ചെയ്യുന്നു എന്നത് ഒഴിച്ചാൽ അവിടെ എന്തൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ വേണ്ടത്, ഏത് രീതിയിലാണ് ഇതിൻ്റെ ഗുണഭോക്താക്കൾക്ക് അത് പ്രയോജനപ്പെടുന്നത്, ഈ കാര്യങ്ങൾ അവർ സ്റ്റഡി ചെയ്യാതാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത് 6 മാസം പോലും പ്രവർത്തിക്കാതെ ഇത്രയും സ്ഥലം ഇവിടെ ഒക്യുപ്പൈ ചെയ്തിട്ട് ഈ ഒരു കോർപ്പറേഷൻ ഈ ഒരു സംരംഭം ഇവിടെ ചെയ്തിട്ടുള്ളത്. ചിമ്മിനിയോട് ചെയ്തിട്ടുള്ളതായ ഈ ശ്മശാനത്തിൻ്റെ ഇതിലാണെങ്കിൽ ആൾക്കാർ ഇന്ന് വരെ അതിൽ ഡെഡ് ബോഡി വച്ചിട്ടില്ല. കാരണം അവർക്ക് ആചാരപ്രകാരമുള്ള കർമ്മങ്ങൾ ചെയ്യാനായിട്ട് അതിൽ നിന്നും അസ്ഥികൾ എടുക്കാനോ മറ്റുള്ള സംവിധാനം ഇല്ല. അത് കംപ്ലീറ്റ് പൊടിയും എല്ലാം കൂടി, അതായത് ഭസ്മം കംപ്ലീറ്റ് കുഴിയിലേക്കാണ് പോകുന്നത്. ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. കാരണം അത് അവർ വെറുതെ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് വീണ്ടും ആൾക്കാർ നേരെ ഈ ഓപ്പൺ ശ്മശാനത്തിലാണ് കൊണ്ടുവയ്ക്കുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ ആൾക്കാർക്ക് അത് ആ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളതിന് നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. അത് നല്ല രീതിയിലുള്ള ചിമ്മിനി പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. അത് വേണ്ട രീതിയിൽ ആലോചിച്ച് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പുതിയ പദ്ധതികൾ വരുമ്പോൾ പ്രായോഗികവും പരിസരവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലുമായിരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഓപ്പൺ ആയിട്ടുള്ള ശ്മശാനത്തിലാണ് ഇപ്പോൾ കത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ പുക കാണാം. ഈ പുക ഈ പരിസരം മുഴുവൻ പടർന്നിട്ട് പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, അസുഖങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതിൽ നിന്നും മോചനം വേണം. ഇനി ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ, ഇനിയും പുതുതായിട്ട് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ചെയ്യണം. ഇപ്പോൾ തന്നെ ഈ നമ്മൾ നിൽക്കുന്ന സ്ഥലം കൂടാതെ ഈ റോഡിന് ഓപ്പോസിറ്റുള്ള സ്ഥലവും ഈ ശ്മശാനത്തിൻ്റെ ഭാഗമായിരുന്ന ഒരു കാലത്ത് ഈ റോഡ് വന്ന് മുറിഞ്ഞാണ് ഈ രണ്ടായത്. ഈ രണ്ടായതിന് ശേഷം ഓപ്പോസിറ്റ് കിടക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ ചപ്പയോർ കൊണ്ടുവിടാനായിട്ട് ഉപയോഗിക്കുന്നു. അത് ഈ ശ്മശാനത്തിൻ്റെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പുകയുടെ പകുതി പുക വരുന്നത് അവിടെ പ്ലാസ്റ്റിക് കത്തിക്കുക, അതിൽ നിന്ന് വരുന്നതാണ്. ദുർഗന്ധം വളരെയധികം വരുന്നുണ്ട്. അത് അവോയ്ഡ് ചെയ്യണം. അതിനുവേണ്ടി ഇനിയും വരാൻ പോകുന്ന പുതിയ പ്രോജക്റ്റ് ഈ ഓപ്പോസിറ്റ് കിടക്കുന്ന സ്ഥലത്ത് വേണം വരുത്താനായിട്ട്. അത് ചെയ്യുമ്പോൾ ആൾക്കാരെ എല്ലാ സംഘടനകളെയും ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരെയും കൂടെ ആലോചിച്ചിട്ട് വേണ്ട തീരുമാനമെടുക്കണം. എന്നാൽ ഇത്തരം ആശങ്കകൾക്ക് പരിഹാരമാകുവാൻ ഉതകുന്ന രീതിയിലാണ് ശ്മശാനം നവീകരിക്കുക എന്ന് കൊച്ചി മേയർ ടോണി ചെമ്മണി പറഞ്ഞു. തിരുവനന്തപുരം തൈക്കാട്ടുള്ള ശാന്തി കവാടത്തിന്റെ മാതൃകയിലാകും രവിപുരം ശ്മശാനത്തിന്റെ നവീകരണം നടത്തുകയെന്നാണ് മേയർ പറയുന്നത്. നവീകരണ പ്രവർത്തനങ്ങൾ റോട്ടറി ക്ലബിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. എന്തായാലും മരണമേൽപ്പിക്കുന്ന ദുഃഖത്തോടൊപ്പം അവരുടെ സംസ്കാര ചടങ്ങുകൾ യഥാവിധി നടത്താനാവില്ലെന്ന മനപ്രയാസം കൂടി പേറേണ്ട അവസ്ഥ രവിപുരത്ത് വരുന്നവർക്ക് ഇനി മുതൽ ഉണ്ടാകില്ലെന്ന് ആശ്വസിക്കാം. സ്മരിക്കാനുള്ള KSEBയുടെ നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. മഹാരാജാസിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ഒറ്റക്കെട്ടായാണ് ഗ്രൌണ്ട് കൈവശപ്പെടുത്താൻ ആരെയും അനുവദിക്കില്ലെന്ന് തീർത്തു പറയുന്നത്. അതേസമയം ചർച്ചകൾക്കു ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകൂവെന്ന് KSEB അറിയിച്ചു. MG റോഡിൽ മഹാരാജാസ് കോളേജിന്റെ ഉടമസ്ഥതയിലുള്ള മൈതാനത്തിലാണ് KSEB 2 സബ്സ്റ്റേഷനുകൾ നിർമ്മിക്കാൻ ഒരുങ്ങുന്നത്. നഗരവികസനത്തിന്റെ ഭാഗമായി APDRP പദ്ധതി പ്രകാരമാണ് സബ്സ്റ്റേഷൻ നിർമ്മിക്കുന്നത്. സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടികളിൽ പെടുത്തിയിരിക്കുന്ന ഈ പദ്ധതി പ്രകാരം ഓഗസ്റ്റിൽ തന്നെ സർക്യൂട്ട് കോമ്പാക്ട് സബ്സ്റ്റേഷൻ നിർമ്മാണം പൂർത്തിയാക്കാനാണ് KSEBയുടെ ശ്രമം. എന്നാൽ യാതൊരു കാരണവശാലും സ്ഥലം നഷ്ടപ്പെടുത്താൻ തയ്യാറല്ലെന്നാണ് കോളേജിന്റെ നിലപാട്. പവർ ലൈൻ അവിടെ വന്നു കഴിഞ്ഞാൽ കളിക്കാനുള്ള സൗകര്യം കുറയുന്നുണ്ട്. ഇത് വാസ്തവത്തിൽ കോളേജിന് യാതൊരു പ്രയോജനമില്ല. അതുകൊണ്ട് അല്ലെങ്കിൽ കോളേജിലെ കളിക്കുന്ന കുട്ടികൾക്ക് ഇതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. ഇത്തരം ഒരു സ്ഥാപനം അവിടെ വരുന്നതോടുകൂടി വാസ്തുവിൽ മറ്റ് വ്യവസായികൾക്കോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുന്ന പല ആളുകൾക്കാണ് അതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ. അതിനൊരു സർക്കാരിൻ്റെ സ്ഥലം അതിനുവേണ്ടി ഉപയോഗിക്കേണ്ട കാര്യമില്ല. അതിന് മറ്റു സ്ഥലം കണ്ടെത്തുക എന്നുള്ളതാണ്. ഈ കോളേജിൻ്റെ സ്ഥലം 1 ഇഞ്ച് ഭൂമി പോലും മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് ഞങ്ങളെതിരാണ്. പല അവസരങ്ങളിലും കയ്യേറ്റങ്ങളിലൂടെയും അല്ലാതെയും കോളേജിന് സ്ഥലം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കോളേജ് അധികൃതർ പറയുന്നു. വാട്ടർ അതോറിറ്റിക്കും ഹിസ്റ്ററി അസോസിയേഷനും സീവേജ് സ്റ്റേഷനും മഹാരാജാസിന്റെ സ്ഥലം വേണ്ടിവന്നു. PT ഉഷ റോഡിനും MG റോഡ് വികസനത്തിനും സ്ഥലം വിട്ടുകൊടുത്തു. കോളേജിന്റെ വസ്തുവകകൾ കയ്യേറാൻ വ്യവസായ ലോബിയുടെ ശ്രമം മറ്റൊരു വഴിക്ക്.
15 ഏക്കർ ഉണ്ടായിരുന്ന കോളേജിന്റെ സ്ഥലം ഇന്ന് അത്രയുമില്ലെന്ന് കോളേജ് അധികൃതർ നിസ്സഹായതയോടെ പറയുന്നു. KSEB പല അവസരത്തിലും ഇതേപോലെയുള്ള ആവശ്യങ്ങൾ ഇങ്ങോട്ട് ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉന്നയിച്ച് 2009 വരെയും ഇങ്ങനെ പല അവസരങ്ങളായിട്ട് വന്നിരിക്കുന്ന ആവശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ വന്ന ലെറ്റർ ഇവിടുത്തെ നേരത്തെ ഇരുന്ന പ്രിൻസിപ്പൽ 2009 ഫെബ്രുവരി മാസത്തിൽ നമ്മുടെ ഡയറക്ടർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ലെറ്റർ അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് ശരിയാണ്. പക്ഷേ പ്രിൻസിപ്പൽ അങ്ങനെ ചെയ്തത് വാസ്തവ കോളേജിന്റെ കൗൺസിലിന്റെ അംഗീകാരം നേടിക്കൊണ്ടല്ല. പതിറ്റാണ്ടുകൾക്ക് മുൻപ് മദ്രാസ് സർവകലാശാലയുടെ അംഗീകാരത്തിനായി മഹാരാജാസ് കോളേജ് സമീപിച്ചപ്പോൾ കോളേജിന് കളിസ്ഥലമുണ്ടായിരിക്കണം എന്ന നിബന്ധന അവർ മുന്നോട്ട് വെച്ചു. തുടർന്ന് തോട്ടക്കാട്ടുകര കുടുംബമാണ് മൈതാനത്തിനായി സ്ഥലം സംഭാവന ചെയ്തത്. കലാലയത്തിനാണ് ഈ സ്ഥലത്തിന്റെ പൂർണ്ണാവകാശം എന്ന ഉറപ്പിന്മേൽ. മഹാരാജാസ് കോളേജുകാർ ഒരിക്കലും വികസനത്തിനെതിരല്ല. പ്രധാനമായിട്ടും ഇതിന് നൂതനമായ പുതിയ ടെക്നോളജികൾ ഉള്ളപ്പോൾ ഈ പഴഞ്ചൻ ടെക്നോളജികളുമായിട്ട് മുമ്പോട്ട് വരുന്നതിനോട് ഞങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ല. കാരണം വേണമെങ്കിൽ ഈ സ്റ്റേഷനുകൾ അവർക്ക് ഉയരത്തിൽ സ്ഥാപിക്കുന്നതിനുള്ള നടപടികളോ അതല്ലെങ്കിൽ ഭൂമിക്ക് അടിയിൽ സ്ഥാപിക്കുന്നതിനുള്ള നടപടികളോ ഒക്കെ സ്വീകരിക്കാവുന്ന ഈ കാലഘട്ടത്തിൽ ഭൂമി കയ്യേറി തന്നെ വേണമെന്ന് ശഠിക്കുന്നതിനോട് മഹാരാജാസ് കോളേജുകാർക്ക് എതിർപ്പുണ്ട്. KSEBക്ക് സ്ഥലം കൈമാറുന്നതോടെ കായിക പരിശീലനത്തിനുള്ള ഇടം കുറയുമെന്നും ഇതിനെതിരെ കടുത്ത പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നുമാണ് കോളേജിലെ വിദ്യാർത്ഥി സംഘടനകളുടെ നിലപാട്. വിദ്യാർത്ഥി ശൃംഖല തീർക്കുന്നുണ്ട് ഗ്രൗണ്ടിൽ ഈ വരുന്ന 4-ാം തീയതി. അത് കോളേജിൽ പഠിച്ച് മുമ്പ് പോയ എല്ലാ പ്രമുഖരും ഇവിടെ മുമ്പ് പഠിപ്പിച്ചിരുന്ന പ്രധാനപ്പെട്ട അധ്യാപകരും മാത്രമല്ല ഈ കോളേജുമായിട്ടുള്ള ബന്ധമുള്ള സാമൂഹിക സാംസ്കാരിക മേഖലകളിലുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ രീതിയിലുള്ളൊരു ഇതിനെതിരെ ഒരു പ്രക്ഷോഭമായിട്ടാണ് ഞങ്ങൾ ഈ ഗ്രൗണ്ടിലെ വിദ്യാർത്ഥി ശൃംഖല തീർക്കുന്നത്. എല്ലാ വിദ്യാർത്ഥി സംഘടനകളായിട്ട് യോജിച്ചുകൊണ്ട് അതേപോലെ ഈ ക്യാമ്പസിലെ നിഷ്പക്ഷരും അല്ലാത്തതുമായ ഇവിടെ പഠിപ്പിക്കുന്നതായ അധ്യാപകർ അനധ്യാപകർ എല്ലാവരുടെയും സഹകരണം ലക്ഷ്യമാക്കിക്കൊണ്ട് KSU എന്ന വിദ്യാർത്ഥി സംഘടന വമ്പിച്ച പ്രചരണ പരിപാടികൾ അതേപോലെ പ്രതിഷേധ മാർച്ചും സംഘടിപ്പിക്കുന്നതാണ്. അതേപോലെ തന്നെ മഹാരാജാസിന്റെ മണ്ണ് KSBയുടെ അല്ല, മഹാരാജാസിലെ മക്കൾക്ക് സ്വന്തമാണ് എന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. 136 വർഷങ്ങളിലെ ചരിത്രമുറങ്ങുന്ന കോളേജിന് സ്വന്തം നിലനിൽപ്പിന് വേണ്ടി പോരാടേണ്ടി വരികയാണ്. വിദ്യാർത്ഥികളും അധ്യാപകരും അനധ്യാപകരും പിന്നെ മഹാരാജാസിൽ നിന്ന് പഠിച്ചിറങ്ങി വിവിധ തലങ്ങളിൽ തിളങ്ങുന്നവരുമൊക്കെ ഈ പ്രതിഷേധത്തിൽ അണിനിരക്കുകയാണ്. പ്രതിഷേധം ഈ തരത്തിൽ തുടരുകയാണെങ്കിൽ ഇവരുടെയൊക്കെ എതിർപ്പ് മറികടന്ന് ഗ്രൌണ്ടിൽ സബ്സ്റ്റേഷൻ സ്ഥാപിക്കാൻ താൽപര്യമില്ലെന്നും വിശദമായ ചർച്ചകൾക്ക് ശേഷം മാത്രമേ തുടർ നടപടികൾ എടുക്കൂവെന്നും KSEB അധികൃതർ അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. ഇ-ഗവേണൻസ് സംവിധാനം കോഴിക്കോട് കോർപ്പറേഷനിൽ പൂർണ്ണമായും നടപ്പിലാക്കിയിട്ടില്ല. തൊഴിൽ നികുതി, ട്രേഡ് ലൈസൻസ് എന്നിവ ഓൺലൈനാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നതേയുള്ളൂ. നേരത്തെ കാണിക്കാൻ കഴിഞ്ഞ റിപ്പോർട്ടിലേക്ക്. ജനന മരണ വിവാഹ രജിസ്ട്രേഷനുകൾ പൂർണ്ണമായും കമ്പ്യൂട്ടർവൽക്കരിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റൽ കിയോക്സ് എന്ന സംവിധാനത്തിലൂടെ നഗരത്തിലെ 21 ആശുപത്രികളിൽ നടക്കുന്ന ജനന മരണങ്ങൾ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യുന്നു. തൊട്ടടുത്ത ദിവസം തന്നെ സർട്ടിഫിക്കറ്റുകളും നൽകുന്നു. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ വിതരണവും കമ്പ്യൂട്ടർവൽക്കരിച്ചിട്ടുണ്ട്. 2006 മുതൽ വാഹന രജിസ്ട്രേഷനും പൂർണ്ണമായി കമ്പ്യൂട്ടർവൽക്കരിച്ചു. എന്നാൽ തൊഴിൽ നികുതി, ട്രേഡ് ലൈസൻസ് എന്നിവ ഓൺലൈനാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നതേയുള്ളൂ. ഏതൊരു പുതിയ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും ആ ചേഞ്ചിനോടുള്ള ആക്സെപ്റ്റൻസ് അത് ആദ്യഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന നമ്മുടെ ഓഫീസിലുണ്ടാകുന്ന ഒരു പ്രശ്നങ്ങൾ. പക്ഷെ അതൊക്കെ പെട്ടെന്ന് നമുക്ക് തീർക്കാൻ കഴിഞ്ഞു. അവർക്ക് പരിശീലനങ്ങൾ കൊടുക്കുക, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞു. എന്നാലും എനിക്ക് തോന്നുന്നു ആ ഒരു ഘട്ടം കഴിഞ്ഞിട്ട് പിന്നെ ആൾക്കാർക്കൊക്കെ എളുപ്പമാണ്. അപ്പം പണ്ടൊക്കെ നമ്മൾ കോർപ്പറേഷൻ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു കൗണ്ടറിലും ആൾക്കാർ അന്വേഷണം കാര്യങ്ങളും ഇന്നിപ്പോൾ ജനസേവന കേന്ദ്രത്തിലുള്ള ആ ഒരു മാറ്റം എന്ന് പറയുന്നത് പ്രകടമായ മാറ്റം തന്നെയാണ്. അപ്പം തുടക്കത്തിൽ നമ്മൾ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം അതിൻ്റെ ഒരു കൺഫ്യൂഷൻസും അതിൻ്റെ ഒരു ഇതൊക്കെ അത് നടപ്പിലാക്കുന്ന നമ്മൾക്കുണ്ടാവും. അതിൻ്റെ ആർക്കാണ് ബെനിഫിഷ്യറീസ് ഉണ്ടെങ്കിൽ അവർക്കും അതിൻ്റെ പ്രയാസങ്ങൾ അത് ശീലിക്കാത്ത പ്രയാസം. നഗരസഭയിലെ എല്ലാ വകുപ്പുകളിലും കമ്പ്യൂട്ടറൈസേഷൻ നടപ്പിലാക്കി ഫയലുകളിൽ തീർപ്പ് കൽപ്പിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും അധികൃതർ അറിയിച്ചു. ജനസേവന കേന്ദ്രം ഫലപ്രദമായി പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ ജനങ്ങൾക്ക് കൊടുക്കുന്ന സേവനങ്ങൾ, കോർപ്പറേഷനിലെ നമ്മൾ ജനങ്ങൾക്ക് കൊടുക്കുന്ന സേവനങ്ങൾ അത് ഇപ്പോഴത്തെ ആധുനിക രീതിയിൽ ഇപ്പോൾ ഈ ഇലക്ട്രോണിക് മീഡിയ ഒക്കെ ഉപയോഗിച്ചിട്ടില്ല അങ്ങനത്തെ കമ്പ്യൂട്ടറുകളും മറ്റുള്ള രീതികളൊക്കെ ഉപയോഗിച്ചിട്ട് അവർക്ക് കഴിയുന്ന വേഗത്തിൽ അവരധികം ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ കഴിയുന്ന വേഗത്തിൽ അവർക്ക് ഈ സർവീസ് കൊടുക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.